ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണാൻ സ്കിപ്പൊന്നും ചെയ്യാണ്ട്. അപ്പോൾ ഇതാ എൻ്റെ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ്. രാവിലെ ഇന്ന് കുറച്ച് ലേറ്റായിന് കേട്ടോ. നിസ്കരിച്ചവിടെ കിടന്നിട്ട് കുറച്ച് ലേറ്റായിന് എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കൾക്ക് മദ്രസയിൽ പോകും വേണം. അപ്പോൾ രാവിലെ ഞാൻ പാത്രമൊന്നും കഴുകി വെക്കാണ്ട് വേഗം ചായ വെക്കാനാണ് കഴിഞ്ഞത്. അപ്പോൾ മക്കൾ എണീക്കുമ്പോഴേക്ക് ചായ തണിയും വേണം. നമുക്കെപ്പോൾ ഡെയിലി രാവിലെ എപ്പോൾ ഒരേ ജോലി തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. രാവിലെ ചായ വെക്കണം, സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അത് തന്നെയാണ് രാവിലത്തെ എല്ലാവരും ഡ്യൂട്ടി തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ ചായയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, മക്കൾക്ക് ചായ കൊടുക്കുകയെന്ന്. ഇപ്പം അവരെ മദ്രസയിൽ 6 മണിയാകുമ്പോഴേക്കും മദ്രസയിൽ വേണം. അവരെ ഇറക്കലാന്ന് വലിയ പാട്. മദ്രസ ഇല്ലെങ്കിൽ അവർ നേരത്തെ എണീക്കുവേ, മദ്രസ ഉണ്ടെങ്കിൽ അവർ ലേറ്റായിട്ട് എണീക്കലും, വിളിച്ചാലും എണീക്കൂല. അങ്ങനെയാണ്. രാവിലെ ചായക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും ബ്രെഡോ എന്തെങ്കിലും വേണം മോനിക്ക്. മോൾക്ക് അത്ര നിർബന്ധമില്ല കേട്ടോ. മോൾ എന്തെങ്കിലും നിർബന്ധിച്ച് വേണം 2 ബിസ്ക്കറ്റ് കഴിക്കണമെങ്കിൽ ഒക്കെ ചായ മാത്രം കുടിച്ചാൽ മതി. അപ്പോൾ ഇതാ ഹാളെല്ലാം കാണണം. ഹാളിൽ നമ്മൾ എത്ര രാത്രി വൃത്തിയാക്കി വെച്ചാലും ഇത് തന്നെയാണ് കോലം. നമ്മൾ എടുത്തു വെക്കുന്നോറും ഇവരിങ്ങനെ പരക്കെടുത്തു വെക്കും. അവരുടെ പുസ്തകങ്ങളും കാര്യങ്ങളും എഴുതി വെച്ചാലൊന്നും അതുപോലെ നേരാവണ്ണം എടുത്തു വെക്കൂല. അങ്ങനെ മക്കളെ മദ്രസയിലെല്ലാം കൊണ്ടാക്കിയിട്ട് ഞാൻ വന്ന്. പിന്നെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ മഴ നിൽക്കുന്നുണ്ടോ നോക്കി നിൽക്കണം. പിന്നെ മക്കളെല്ലാം കൊണ്ടാക്കി വന്ന് ഇതാ ചായ കുടിച്ച്. ഞാൻ രാവിലെ എണീച്ച പാടെ ആദ്യം ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കൽ. പിന്നെ ലേറ്റായിട്ട് ഞാൻ ചായ കുടിക്കുമല്ലോ. പിന്നെ ചായയുടെ കൂടെ ബിസ്ക്കറ്റ് നിർബന്ധമാണ്. പിന്നെ ഇതാ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്നവരെ പ്ലേറ്റും പിന്നെ എന്താ പറയുക ബോട്ടിൽ വെള്ളമാക്കി എല്ലാതെല്ലാം റെഡിയാക്കി വെക്കണം. 8:30 ആകുമ്പോഴേക്ക് മദ്രസ വിടും. 9 മണിയാകുമ്പോഴേക്ക് സ്കൂളിലേക്കുള്ള വണ്ടിയും വരും. അങ്ങനെ മക്കളെ ഞാൻ മദ്രസയിൽ നിന്ന് കൂട്ടിയിട്ട് വന്ന്. അപ്പോൾ രാവിലെ ആക്കിയതിന് പത്തിരിയാണ്. അപ്പോൾ മോനിക്ക് പത്തിരി വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഓരോ ദിവസം ഓരോന്നാണ്. ചിലപ്പോൾ ആക്കിയത് ഇഷ്ടമുണ്ടാവില്ല, ആക്കാത്തത് എന്തെങ്കിലും പറയും, ഇന്നതാക്കിക്കൂടെ എന്ന് പറയും. പിന്നെ ഓൻ പറഞ്ഞ എനിക്ക് മുട്ട ഓംപ്ലേറ്റ് ആക്കി തന്നാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ മുട്ട ഓംപ്ലേറ്റ് ഓനക്ക് ആക്കി കൊടുത്ത്. മോള് പത്തിരി തന്നെ കഴിച്ചിന്. ഓളുള്ളത് കഴിച്ചിന്. ഓൾക്ക് ഇന്നത് വേണമെന്നൊന്നുമില്ല, ഓളുള്ളത് കഴിക്കും. പക്ഷെ മോൻ അങ്ങനെയല്ല, മോന് പറയും എനിക്ക് ഇന്നത് വേണം എന്ന് ഓൻ പറയും. മദ്രസ വിട്ട് വന്ന് ചായയെല്ലാം കുടിക്കുമ്പോൾ പിന്നെ ആകെ ഒരു 10 മിനിറ്റ് സമയം ഉണ്ടാവുള്ളൂ. 8:55 തന്നെ വണ്ടി വരും. പിന്നെ മുടിയാണെങ്കിൽ 2 ഭാഗത്ത് കെട്ടിക്കൊടുക്കും വേണം. എല്ലാത്തിനും നേരം കഷ്ടിയാണ്. എല്ലാം സ്പീഡ് ചെയ്തിട്ട് വേണം അത്ര പേര് ടൈം കിട്ടണമെങ്കിൽ. അങ്ങനെ വണ്ടി വരേണ്ട സമയമായി. ചില സമയത്ത് 8:55 9 മണി ഇതിൻ്റെ സമയത്തിന് എടുക്കാമെന്ന് വരൽ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് റോഡുമ്മലേക്ക് നടന്നിട്ട് പോവുകയെന്ന്. ഓരോ സമയത്ത് നേരത്തെ വരും. പിന്നെ അങ്ങനെ പോകുന്ന സമയത്ത് മീൻകാരനെയും കണ്ട്. അപ്പം ഉച്ചക്കേക്കുള്ള മീനും വാങ്ങി. അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന മീൻ നത്തലാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. നത്തലൊരു കുഞ്ഞു മീനാണ്. മക്കൾക്ക് ഫ്രൈ ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ചെമ്മീൻ ഉണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട്. ചെമ്മീൻ കറിയും വെച്ച് ഇത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. മക്കളെല്ലാം സ്കൂളിൽ അയച്ചിട്ട് വേണം. ഒന്ന് അക്ഷയയിലും പോകാനുണ്ട്. പിന്നെ ആധാർ കാർഡിൻ്റെ ഒന്ന് ശരിയാക്കാനുണ്ട്. അങ്ങനെ ഉമ്മാനെയും കൂടിയിട്ട് അക്ഷയയിൽ പോകാനുണ്ട്. പിന്നെ ഇവരെല്ലാം അയച്ച് പണിയെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ പോയി വന്നിട്ട് ഒരു പണി നടക്കില്ല, മടിയാവും. നമ്മൾ എവിടെയെങ്കിലും പോയി വന്ന പാട് നമുക്ക് കിടക്കാനേ വിചാരിക്കുമല്ലോ, പണിയെടുക്കാൻ വിചാരിക്കും. അപ്പോൾ പണിയിൽ ഒരുക്കിയിട്ട് പോയാൽ ഒരു സമാധാനം ഉണ്ടാവും. അങ്ങനെ മക്കളെ വണ്ടിയൊക്കെ കയറ്റി വിട്ടിട്ടാകുമ്പോൾ ഇതാ ഞാൻ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം, എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. ഇതെല്ലാം ക്ലീനാക്കി ചോറും കറിയെല്ലാം ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പണി തുടങ്ങുന്ന ടൈമിൽ ആദ്യം ഇങ്ങനെ പാട്ട് വെക്കും. പാട്ട് വെച്ചിട്ടാണ് പണി തുടങ്ങുന്നത്. അപ്പോൾ പാട്ട് വെക്കുമ്പം നമുക്ക് സ്പീഡിൽ പണിയെടുക്കാനും കഴിയും. അതുപോലെ തന്നെ പണിയെടുക്കാനൊരു ഇൻട്രസ്റ്റും ഉണ്ടാവും. പിന്നെ വെച്ചാൽ ഇതാ മീൻ കറിയെല്ലാം ആയിട്ടുണ്ട്. ചെമ്മീൻ കറി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ ഫ്രൈയും ആക്കിയിട്ടുണ്ട്. ചോറ് ഇതാ റൈസ് കുക്കറിലായിട്ടും ഉണ്ട്. അപ്പോൾ എന്നെപ്പോലെ പാട്ട് വെച്ചിട്ട് പണിയെടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച്. ഞാൻ ഇതിൻ്റെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടാണ്. ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് എപ്പം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഇതാ അക്ഷയയിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്ഷയയിലാണെങ്കിൽ എപ്പോഴും നല്ല തിരക്കുമാണ്. ഏത് ദിവസം പോയാലും ഏത് ടൈമിന് പോയാലും അവിടെ എപ്പോൾ ആളുണ്ടാവും. വിചാരിച്ച സമയത്ത് നമുക്ക് വരാൻ പറ്റില്ല, നല്ല തിരക്ക് തന്നെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ വീടെല്ലാം പൂട്ടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇതാ വണ്ടി വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ വണ്ടി കയറി ഇതാ ടൗണിലേക്ക് പോയി. നമുക്ക് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടുന്ന് എന്തായാലും ഓട്ടോറിക്ഷ വേണം. പിന്നെ ഞാനിപ്പോൾ അത്യാവശ്യം സ്കൂട്ടിയാണ് എല്ലായിടത്തും പോകുമ്പോൾ എടുക്കൽ. ഉമ്മയുണ്ടാവും മാത്രമേ ഇങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കുമല്ലോ. പിന്നെ ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്ത് പോകാനൊരിതുണ്ട്. അല്ലെങ്കിൽ മഴയാണെങ്കിൽ ഭയങ്കര മടിയായിരിക്കും നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അക്ഷയയിലെത്തുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. അടുത്ത കാലത്തൊന്നും ഇവിടുന്ന് നീങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാനൊന്നും എടുത്ത് അവിടെ പറഞ്ഞു വെച്ചിട്ട് ഉമ്മാരുടെ ഷുഗർ നോക്കാനുണ്ട്. ഷുഗർ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അതും ടെസ്റ്റ് ചെയ്ത് വരുമ്പോഴൊക്കെ ഇവിടെ റെഡി ആവുമല്ലോ.
ഇവിടെ രാവിലെ 9 മണിക്ക് വന്നിട്ട് ക്യൂ നിൽക്കുന്നവർ തന്നെ ഉണ്ട്. എന്നാൽ പിന്നെ നമ്മ 10:30ക്കും 11 മണിക്കും പോയിട്ട് പിന്നെ അടുത്ത കാലത്തൊന്നും ആവില്ല. പോകുന്നുണ്ടെങ്കിൽ അക്ഷയയിൽ ഏറ്റവും നല്ലത് രാവിലെ പോകുന്നത്. പക്ഷേ രാവിലെ മക്കൾ പോകുന്ന ടൈം ആയതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പോകാനും പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഷുഗർ നോക്കാൻ വേണ്ടിയിട്ട് കയറി. പിന്നെ അത്യാവശ്യം നല്ല ഷുഗർ ഉണ്ടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഇതിനിടയ്ക്കാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായത്. അപ്പം 15 ദിവസം കൂടുമ്പം ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി, രാവിലത്തെ ഉച്ചക്കത്തെയും. അപ്പോൾ വന്നിട്ട് അങ്ങനെ ചെക്ക് ചെയ്യലുണ്ട്. അക്ഷയയിൽ ഇരിക്കാനുള്ള സീറ്റൊന്നും ഇല്ല. അപ്പം ഏതായാലും റിസൾട്ടും കൂടി ആ മണിക്കൂർ ഇരുന്നിട്ട് റിസൾട്ട് വാങ്ങിയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ റിസൾട്ടും കിട്ടിയിട്ടാണ്. അത്യാവശ്യം ഷുഗർ ഉണ്ട്, റിസൾട്ട് കിട്ടി, അത്യാവശ്യം ഷുഗർ ഉണ്ട്. നമ്മൾ റിസൾട്ടെല്ലാം വാങ്ങിയിട്ടാണ് നമ്മൾ അക്ഷയയിലേക്ക് ആദ്യം പോകുന്നത്. പിന്നെ അവിടുന്ന് വേഗം ആയിട്ടാണ് നമ്മൾ പോയ പാടന്നെ പിന്നെ ആയിന്. അങ്ങനെ അക്ഷയിൽ നിന്നെല്ലാം ഇറങ്ങിയിട്ട് കടയിൽ കയറി. കടയിൽ അത്യാവശ്യം സാധനം വാങ്ങാനുണ്ടായിരുന്നു. വലിങ്ങനെയൊന്നുമില്ല, തക്കാളി ഉള്ളിയും പച്ചമുളകും അങ്ങനെ വാങ്ങാനല്ലോ. പിന്നെ നേരെ വീട്ടിലേക്കാണ്. അങ്ങനെ സാധനമെല്ലാം വാങ്ങി. പിന്നെ ഞാനെല്ലാം കടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മുട്ടായി വാങ്ങാണ്ട് പുറത്തിറങ്ങൂല. പിള്ളേരെക്കാട്ടിയും കെട്ടാണ്. പിന്നെ ഇതാ മുട്ടായിയും വാങ്ങി. പിള്ളേർക്കുള്ളത് എന്തെങ്കിലും വൈകുന്നേരത്തേക്കുള്ളത്, ചായക്ക് കടിയും വാങ്ങണം. അങ്ങനെയുള്ള സാധനമൊക്കെ വാങ്ങി. അപ്പോൾ കടയിൽ കയറിയിട്ട് എന്നെപ്പോലെ തന്നെ ഇപ്പം മുട്ടായി വാങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ മാത്രമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ണ് ഇങ്ങനെയുള്ള മുട്ടായിലേക്കല്ലേ പോകലൂ. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, പണ്ട് കാലത്ത് 90s കിഡ്സെല്ലാം നല്ലോണം തിന്ന ഒരു കാലത്തിലൊരു മുട്ടായിയാണിത്. നമ്മളിവിടെ ഇതിന് തേനുണ്ടെന്നാണ് പറയല്. അപ്പോൾ അത് ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിന്. അവിടെ ഇത് വാങ്ങുന്നില്ല. ഇത് ഇന്നലെ ഞാൻ കടയിൽ പോയ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിന്. വീട്ടിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഡയറി മിൽക്കാണ് വാങ്ങിയത്. 3 ഡയറി മിൽക്കും അങ്ങനെ എടുത്ത്. പിന്നെ മക്കൾ വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അവർ മുട്ടായി വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ചൊറയാക്കും. അങ്ങനെ ഇതാ സാധനമെല്ലാം വാങ്ങിയിട്ട് വീട്ടിലേക്ക് തന്നെ പോക്കായി. പിന്നെ ഏകദേശം ഇപ്പം തന്നെ ഉച്ചയായി. ഫുഡ് കഴിക്കണ സമയമായി. വീട്ടിലെത്തിയിട്ടാകുമ്പോൾ ഫുഡ് കഴിക്കണം. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിച്ച്. സ്പെഷ്യലായിട്ടൊന്നുമില്ല, ചെമ്മീൻ കറിയും നത്തൽ ഫ്രൈയും അതുപോലെ തന്നെ പപ്പടും. ഇതാണ് കേട്ടോ ഇന്നലെ വാങ്ങിയ മുട്ടായി. ഞാൻ ഇതുണ്ടായതുകൊണ്ടാണ് പിന്നെ ഞാൻ വേറെ അവിടെ നിന്ന് മുട്ടായി ഒന്നും വാങ്ങാതിന്, ഡയറി മിൽക്ക് മാത്രം എടുത്തത്. അപ്പം കടല വാങ്ങിയിട്ടുണ്ടായിന്. കടല മക്കൾക്കൊന്നും ഇഷ്ടമല്ല, എന്നാലും വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് തന്നെ തിന്നാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരും. അതുവരേക്കും ബായ്.